മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ടോൾ ജംഗ്ഷൻ, ഇടപ്പള്ളി, പള്ളുരുത്തി, തൃപ്പൂണിത്തുറ, കാലടി, എരമലൂർ, അരൂർ പള്ളി, തുറവൂർ, തൃശൂർ. ലോക നാടക ദിനാഘോഷ സമിതിയുടെ ലോക നാടക ദിനാഘോഷം 27-ന് ഫോർട്ട് കൊച്ചിയിൽ നടക്കും. ലോക നാടക ദിനാഘോഷ സമിതിയുടെ 18ാമത് ലോക നാടക ദിനാഘോഷം ഫോർട്ട് കൊച്ചി വെളി പള്ളത്തുരാമൻ സാംസ്കാരിക കേന്ദ്രത്തിൽ വെച്ച് മാർച്ച് 27-ന് നടക്കുമെന്ന് ഭാരവാഹികൾ പത്രസമ്മേളനത്തിൽ അറിയിച്ചു. രാവിലെ 9 മണി മുതൽ വൈകിട്ട് 9 മണി വരെ വിവിധ കലാപരിപാടികളോടെയാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. നാടകകുലപതി കലാരത്ന KM ധർമ്മൻ ഭദ്രദീപം തെളിയിക്കും. KJ മാക്സി MLA ഉദ്ഘാടനം ചെയ്യും. നാടകാചാര്യനായിരുന്ന VS ആൻഡ്രൂസ് മാസ്റ്ററുടെ പേരിലാണ് നഗർ ഒരുക്കിയിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ സ്മരണാർത്ഥമുള്ള പുരസ്കാരം 5 കലാപ്രതിഭകൾക്ക് സമർപ്പിക്കും. മോളി കണ്ണമാലി, കൊച്ചിൻ ഇബ്രാഹിം, സേവി കൊച്ചി, തബലിസ്റ്റ് ബാലൻ, സാമ്പത്തിക സഹായം ഉൾപ്പെടെയാണ് ഈ ആദരവ് നൽകുന്നത്. വൈകുന്നേരത്തെ സാംസ്കാരിക സദസ്സിൽ കൊച്ചി മേയർ VK മിനിമോൾ ഉദ്ഘാടനം ചെയ്യും. KJ ആന്റണി അധ്യക്ഷനാവും. പ്രമുഖ സാംസ്കാരിക നായകർ പങ്കെടുക്കും. പത്രസമ്മേളനത്തിൽ KJ ആന്റണി, അലി, ഇടക്കൊച്ചി സലീം കുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. കൊച്ചിയുടെ നാടകാചാര്യനായ, മലയാള നാടകത്തിന്റെ നാടക ആചാര്യനായ VS ആൻഡ്രൂസ് മാസ്റ്ററിന്റെ പേരിലാണ്, അദ്ദേഹത്തിന്റെ പേരിലാണ് നഗർ. അദ്ദേഹത്തിന്റെ സ്മരണാർത്ഥം ഞങ്ങൾ 5 പേർക്ക് പുരസ്കാരം കൊടുക്കുന്നുണ്ട്. ആ വീട്ടിൽ നിന്നുള്ള സാമ്പത്തിക സഹായമാണ് 25,000 രൂപയാണ് ആ വീട്ടിൽ നിന്ന് ഈ അംഗങ്ങൾക്കായിട്ട് നൽകുന്നത്. ഒപ്പം കൊച്ചിൻ വർഗീസ് എന്ന് പറഞ്ഞ മൺമറയുള്ള ഗായകന്റെ പേരിൽ ഒരു അവാർഡ് കൂടി കൊടുക്കുന്നുണ്ട്. അതിന്റെ ഡീറ്റെയിൽസ് എല്ലാം ഞങ്ങൾ ഇതിൽ കുറിച്ചു വെച്ചുകൊണ്ട് പിന്നത് ഒന്നുകൂടി പറയുന്നില്ല. മറ്റൊരു കാര്യമുള്ളത്, രാവിലെ 9:30 മണിക്കാണ് നമ്മുടെ പ്രോഗ്രാം ആരംഭിക്കുന്നത്. പള്ളത്തുരാമനിലെ ഭദ്രദീപം കൊടുക്കുന്നത് മലയാള നാടക പ്രവർത്തനത്തിന്റെ കുലപതി എന്ന് വിശേഷിപ്പിക്കുന്ന നമ്മുടെ നാടക മുത്തച്ഛനായ, ഇന്ന് ജീവിച്ചിരിക്കുന്നതിൽ ഏറ്റവും പ്രായം കൂടിയ 93 വയസ്സ് പിന്നിട്ടിരിക്കുന്ന കലാരത്ന KM ധർമ്മനാണ്. അദ്ദേഹം തിരിതെളിക്കുന്നതോടുകൂടി പരിപാടി ആരംഭിക്കും. ഒപ്പം ഇതിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നത് നമ്മുടെ ജനകീയ കഥാപാത്രമായ MLA ആണ്, KJ മാക്സി അവர்களാണ്. അതിനുശേഷം വൈകുന്നേരത്തെ ചടങ്ങ് കൊച്ചി മേയർ പങ്കെടുക്കും. സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രഗത്ഭരെല്ലാം ഉണ്ടാവും. ആ വേദിയുടെ അധ്യക്ഷൻ ഞങ്ങളുടെ പ്രസിഡന്റാണ്, KJ ആന്റണി അവர்களാണ്. മറ്റൊരു ചടങ്ങുകൾക്ക് കൃത്യമായി നടക്കുന്നു. സാമൂഹിക രംഗത്ത്, സാംസ്കാരിക രംഗത്തുള്ള ഒരുപാട് പ്രവർത്തകരെ ഞങ്ങൾ ഇങ്ങോട്ടൊക്കെ ക്ഷണിച്ചിട്ടുണ്ട്. മറ്റൊരു പ്രത്യേകതയുള്ളത്, ചവിട്ട് നാടകം നമ്മുടെ കൊച്ചിക്ക് മറക്കാനാവാത്ത ഒരു വലിയ കലാരൂപമാണ്. ആ കലാരൂപം കാരസ്മാൻ അവിടെ പെണ്ണുങ്ങൾ കളിക്കുന്ന ഒന്നാണ്. ഇതുവരെ നമ്മൾ കണ്ടിട്ടുള്ള ആണുങ്ങളുടെ ചാട്ടമാണ്. ഇത് പെണ്ണുങ്ങൾ കാരസ്മാൻ കളിക്കുന്നത്. ക്യാപ്റ്റൻ പൈലി എന്നൊരു ഹാസ്യ നാടകമുണ്ട്. ഒപ്പം പെണ്ണുങ്ങളുടെ തിരുവാതിരയുണ്ട്. കോളേജ് സ്റ്റുഡൻസിന്റെ നൃത്തപരിപാടി. അങ്ങനെ വൈവിധ്യമാർന്ന പരിപാടികളൊരു നിരയാണ്. ഒരു ബ്രേക്ക് ഇല്ലാതെ ഉച്ചഭക്ഷണം അടക്കം, ചായ അടക്കം ഒക്കെ കൊടുത്തു പോവാണ്. അപ്പൊ നിങ്ങൾ മാധ്യമ പ്രവർത്തകരെ ഞാൻ സഹായിക്കേണ്ട ഒരു കൂട്ടായ്മയാണ് ഇതിന്റെ പിന്നിൽ ഉദ്ദേശിക്കുന്നത്. എല്ലാവരെയും പങ്കെടുപ്പിക്കുക, എല്ലാവരും സഹകരിക്കുക, വിഭജിച്ചു പോകാതിരിക്കാൻ വേണ്ടിയുള്ള പരമാവധി ശ്രമം നടത്തുന്നു. ചെറിയ ചെറിയ സഹായങ്ങൾ കൊടുക്കുന്നുണ്ട്. ഒരു കേരളപ്പിറവിയോടനുബന്ധിച്ച് ഒരു നാടകങ്ങൾ കൊണ്ടുവരാനുള്ള ഒരു ശ്രമം കൂടി ഇതിന്റെ ഭാഗമായിട്ടുണ്ട്. പിന്നെ ഈ മാർച്ച് മാസം എന്ന് പറഞ്ഞാൽ നോമ്പും അതുപോലെ കുട്ടികളുടെ പരീക്ഷയൊക്കെ ആകുമ്പോൾ അവർക്ക് പങ്കെടുക്കാൻ കഴിയാത്ത ചില ബുദ്ധിമുട്ടുകളുടെ സംഘാടകരെന്ന നിലയിൽ ചെന്നപ്പോഴാണ് മനസ്സിലായത്. അതെല്ലാം വെച്ചുകൊണ്ട് ഇതിൽ പങ്കെടുക്കാനുള്ള പരിമിതികൾക്കകത്ത് നിന്ന് പങ്കെടുപ്പിക്കുകയും തുടർന്നുള്ള പരിപാടികളിൽ ഇത്തരം സെപ്റ്റംബറിൽ ഓണം ഒക്കെ ആയിട്ട് വരുന്ന സമയങ്ങളിൽ എല്ലാവരെയും പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള, എല്ലാവരെയും കൊച്ചി മട്ടാഞ്ചേരിയിലേക്ക് കലാകേന്ദ്രത്തിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു പരിശ്രമമാണ്. ഇവിടെ എല്ലാവിധ വിഭാഗത്തിൽപ്പെട്ട ജനങ്ങളും ഒരു അമ്മ പെറ്റ മക്കളെ പോലെ കഴിഞ്ഞുകൊടുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഇവിടെ ഉള്ളത്. ദുഷ്ടശക്തികളുണ്ടെങ്കിലും അതൊന്നും ഇവിടെ ഏൽക്കാതെ പോവുകയാണ്. ഈ കലാരംഗത്ത്, സംഗീത രംഗത്ത് ഒക്കെ വളർന്നു കഴിഞ്ഞാൽ മനുഷ്യർ തമ്മിലുള്ള സൗഹൃദവും ബന്ധങ്ങളും ഒരുപാട് വർദ്ധിക്കും. മറ്റ് അനാവശ്യമായ കാര്യങ്ങളിലേക്ക് കുട്ടികളുടെ ശ്രദ്ധ പോവുകയില്ല. ഇത് മാനസികമായിട്ടൊരു ഉല്ലാസവും കൂടിയാണ്. അപ്പോൾ ഇതിനെ ഈ കുട്ടികളെ പ്രോത്സാഹിപ്പിക്കുക, സംഗീതവും കലയും ആയിട്ട് ബന്ധപ്പെട്ട് എല്ലാവരെയും പ്രോത്സാഹിപ്പിക്കുക, അത് ആസ്വദിക്കുക. ഇപ്പോഴാണെങ്കിൽ നല്ല അവസരങ്ങളുണ്ട് കുട്ടികൾക്ക്. അപ്പോൾ അതിന് അവർക്ക് ഇങ്ങനെ നമ്മൾ എല്ലാവരും കൂടി കൊച്ചിയിലെ പ്രമുഖരായ ആളുകളെല്ലാം പങ്കെടുപ്പിച്ചുകൊണ്ട് അവർക്കൊരു സമ്മാനദാനമൊക്കെ നടത്തി കഴിയുമ്പോൾ അവർക്ക് പ്രോത്സാഹനമാവും. അത്തരം കാര്യങ്ങൾ പഴയ ആളുകളെ, പഴയ കലാകാരന്മാരെ മറക്കാതിരിക്കാൻ മൺമറഞ്ഞ കലാകാരന്മാരുടെ ഫോട്ടോ പ്രദർശനം നമ്മൾ സംഘടിപ്പിക്കുന്നുണ്ട്. ഒത്തിരി കലാകാരന്മാരെ സംഭാവന ചെയ്തിട്ടുള്ള ഇടമാണ്.
അത് ഗാനങ്ങളുടെ കാര്യത്തിലായാലും നാടകങ്ങളുടെ കാര്യത്തിലായാലും ചവിട്ട് നാടകത്തിൻ്റെ ആയാലും കഥാപ്രസംഗത്തിൻ്റെ കാര്യത്തിലും പല രീതിയിലും ഇതെല്ലാം ഏകോപിപ്പിച്ചുകൊണ്ട് ഒരു പ്രസ്ഥാനം മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളതാണ് ഈ ലോകനാടക ദിനാഘോഷ സമിതിയുടെ ഉദ്ദേശം തന്നെ. മാധ്യമ പ്രവർത്തകർ എന്ന് പറഞ്ഞാൽ പ്രൊപ്പോർഷനേറ്റ് ആയിട്ട് കലാകാരന്മാരുടെ കൂടെ ഒപ്പം പോയിക്കൊണ്ടിരിക്കുന്ന വേറൊരു സംഘമാണ്. മാധ്യമ പ്രവർത്തകരില്ല എങ്കിൽ കലാകാരന്മാരുടെ അവരുടെ വളർച്ചയും അവരുടെ പ്രോഗ്രാംസിനെല്ലാം പുറത്തറിയിക്കാനും പുറത്ത് കൊണ്ടുവരാനും വളരെ പ്രയാസപ്പെട്ടിരുന്നൊരു കാലമുണ്ടായിരുന്നു. ഇപ്പോഴും അവസ്ഥകളൊന്നും മാറിയിട്ടില്ല. സോഷ്യൽ മീഡിയ വന്നെങ്കിൽ പോലും അപ്പൊ എല്ലാവരുടെയും സഹകരണം തീർച്ചയായിട്ടും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ന്യൂസ് ബ്യൂറോ തോപ്പുംപടി.